ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ നാട്ടിലത്തെ അതെ ഞങ്ങളുടെ അടുത്തെ അഗുലർ പൂരമാണ് ഗൈസ്. ഈ കമ്മൽ പൂരത്തിന് തലേ ദിവസം വാങ്ങിച്ചതാണ് കണ്ടോ. ഈ കമ്മലും എന്താ ഈ കമ്മൽ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് സെലക്ട് ചെയ്ത് കുറേ കമ്മലുണ്ട്. ഏതെടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ വെറുതെ എടുത്താണ്. പക്ഷെ ഇന്നിരുന്ന ഈ ഡ്രസ്സിന് മാച്ച് ആയിരിക്കുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഇട്ടപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് കേട്ടോ. അൺഎക്സ്പെക്റ്റായി പോയില്ലേ നഞ്ഞ. ഇന്ന് ഞങ്ങൾ തറവാട്ടിൽ പോവും. എൻ്റെ അമ്മായിമാരും കൂടി വരും കേട്ടോ. ഞങ്ങളുടെ അമ്മായിമാരും കൂടി വരും കേട്ടോ. ഞങ്ങൾക്ക് 3 അമ്മായിമാരാണുള്ളത്. അമ്പിളിയമ്മായി, ആനിയമ്മായി, ചന്ദ്രയമ്മായി. ആനിയമ്മായിന്ന് വരില്ല, പക്ഷേ അമ്പിളിയമ്മായും ചന്ദ്രയമ്മായിന്ന് വരും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തറവാട്ടിൽ പോവും. തറവാട്ടിൽ പോകുന്ന സെക്ഷൻസൊക്കെ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മുല്ലപ്പൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഞങ്ങൾ രാവിലെ നേരത്തെ ഒരു 7 മണി 7:30 വാങ്ങിച്ചില്ല നമ്മൾ. സമയത്ത് മുല്ലപ്പ് ഞാൻ വഴിക്കൂടെ പോകണത് കുറേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് വെച്ച് കൊടുത്തു. അമ്മയും വെച്ചിട്ട് കടയിൽ പോയി. എനിക്ക് വെക്കണം. ഇപ്പോൾ സമയം 9 മണിയായി. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴിയ ശേഷം മുല്ലപ്പ് വെച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒരു സെറ്റായിട്ട് ഫിനിഷിങ് ഒക്കെ ആയിട്ട് പോയിട്ട് ഞങ്ങൾ തറവാടിൻ്റെ അവിടെ വില പോകുന്നുണ്ട്. ബാൻഡ് സെറ്റൊക്കെ ഉണ്ട്, തമ്പോലയൊക്കെ ഉണ്ട് അല്ലേ. തമ്പോലയുണ്ട്, വെടിക്കെട്ട് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഇല്ല. അപ്പോൾ അതിൻ്റെ സെക്ഷൻസൊക്കെ ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യും. ആദ്യമായിട്ടാണ് എൻ്റെ സ്വന്തം വോയിസ് ഞാൻ ഡയറക്റ്റായി കൊടുത്തിട്ട് ഒരു വ്ളോഗ് ഇടുന്നത്. എന്തെങ്കിലും ഒരു തെറ്റുകൂട്ടുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റിൽ പറയണം കേട്ടോ. ആദ്യമായിട്ടാണ് എടുക്കുന്നത്, അതിൻ്റേതായ ചില കുറവുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ തറവാട്ടിൽ പോവും. ഒരു 10-10 അവർ എപ്പോഴാണ് വരുന്നത് അവൻ്റെ ഒപ്പം പോകാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു ചെറുപ്പം മുതൽ എൻ്റെ 2ാം ക്ലാസ് വരെ അവിടെ തന്നെയായിരുന്നു. അതിന് ശേഷമാണ് ഇവിടേക്ക് വന്നത്. അത് തറവാട്ടിൽ തന്നെയായിരുന്നു. തറവാട്ടിൽ പോണതും അവിടുത്തെ വഴികളും കാഴ്ചകളും ഒക്കെ ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി തറവാട്ടിൽ പോയിട്ട് നമുക്ക് കാണാം. അങ്ങനെ പറഞ്ഞ പോലെ ഇന്ന് അമ്മായിമാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്നതും കാത്ത് ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവർ വന്നിട്ട് വേണം തറവാട്ടിൽ പോകാൻ. ഒരു 11 മണി 11:30ക്കാണ് അവർ വന്നത്. അതിനിങ്ങനെ കാത്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് ഞാനും അനിയത്തിയും കൂടി ഓട്ടോറിക്ഷയിൽ പോയി. അച്ഛൻ പിന്നാലെ ബൈക്കിൽ വന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് നടന്നിട്ട് വേണം പോകാൻ, റെയിൽ കടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊക്കെ നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മായിമാരൊക്കെ വന്നു. ഞങ്ങൾ നല്ല വെയിലില്ല, അപ്പോൾ കുടയൊക്കെ ആയിട്ടാട്ടോ അമ്മായി വന്നത്. ഇതാണ് എൻ്റെ ചന്ദ്രയമ്മായി, എൻ്റെ ഏറ്റവും ഇളയമ്മായി കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകണം. ഇതൊക്കെയാണ് കേട്ടോ വഴികൾ. ഞാനിത് കൂടെയാണ് ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് പോയിട്ട് വരാറുള്ളത് കേട്ടോ. എന്നെ ചെറുപ്പത്തിട്ടോ. അപ്പോൾ അമ്മയും കൂടെ വരും. അങ്ങനെ ഞങ്ങൾ തറവാട്ടെത്തി. 12 മണിയൊക്കെ ആയിട്ട് തറവാട്ടിലെത്തിയപ്പോൾ അപ്പോഴേക്കും വന്ന വഴിക്ക് അച്ഛമ്മ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അച്ഛമ്മ എല്ലാം ഉണ്ടാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോയില്ല. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ അച്ഛൻ രാവിലെ തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അച്ഛമ്മ വെച്ചിട്ട് ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ തറവാട്. ഇപ്പോൾ അച്ഛമ്മ ഇങ്ങനെ ഓലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിന് ചൂടെടുക്കണ്ടാവട്ടെ, അല്ലെങ്കിൽ ചൂടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ കുറച്ചും കൂടി തണുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓലയൊക്കെ വെച്ചപ്പോൾ. പിന്നെ അപ്പോഴേക്കും എൻ്റെ അമ്പിളിയമ്മായി മൂത്തമ്മായില്ലേ അവർക്ക് വന്നപ്പം കുറച്ച് കേക്കും അതുപോലെ ബേക്കറി ഐറ്റംസൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഒരു കഷ്ണം കേക്ക് എടുത്ത് കഴിച്ചു. പിന്നെ ഒരു 1:30-1 മണിയൊക്കെ ആയപ്പോൾ അച്ഛമ്മയുടെ സ്പെഷ്യൽ നൂലിപ്പുട്ടും ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും അതുപോലെ തന്നെ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരുമ്പടിക്ക് പിന്നെ 2 മണിയായപ്പോൾ വേല പോണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് തമ്പോലേൻ്റെ കൊട്ടൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മുടെ കഴിച്ചതിന് ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നല്ല ചൂടല്ലേ. അപ്പോൾ പിന്നെ സംഭാരമൊക്കെ അവിടെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം കുടിച്ചു കേട്ടോ. 2-3 ഗ്ലാസ് ഒറ്റയടിക്ക് തന്നെ ഇരുന്ന് കുടിച്ചു. അത്രയും ദാഹമുണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നാട്ടുവർത്താനും വീട്ടുവിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇരുന്നു ഗൈസ്. അതിൻ്റെ പിന്നെ കുറച്ചും കൂടെ നേരം കൊണ്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ മൂത്ത അമ്മായി, അമ്പിളിയമ്മായി നാട്ടാ പേര്. മുമ്പ് കാണിച്ച് ഏറ്റവും ചെറിയ അമ്മായി ചന്ദ്രയമ്മായി. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി അവിടെ ഇരുന്ന ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനൊരു പ്ലാനായി. ഒരു 5 മണിയൊക്കെ ആയപ്പോഴാട്ടോ പോയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് നടന്നു. കൂടെയൊക്കെ നടക്കുമ്പോൾ ഞാൻ മുമ്പ് സ്കൂളിൽ പോയ കാലമായിട്ട് ഓർമ്മ വരുന്നത്. ഞാൻ കേട്ടോ ഇവിടെ ഉണ്ടായിട്ടില്ല ആ സമയത്ത്. ഞാനും അമ്മയും കൂട്ടി ഇത് കൂടെയൊക്കെ നടന്നു പോകും. അവിടെ കനാലൊക്കെ ഉണ്ട് കേട്ടോ, അത് കനാലാണ്. പക്ഷെ ഇപ്പോൾ വെള്ളമില്ല. അങ്ങനെ ഞങ്ങൾ നടന്നത് പോയി. ഇത് കൂടെയൊക്കെ പോകും കേട്ടോ. ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്ററൊക്കെ നടക്കാനുണ്ടാവും തോന്നുന്നു. ഇവിടെ അമ്മായി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് കേട്ടോ എൻ്റെ അച്ഛമ്മ, പുഷ്പ എന്നാണ് പേര്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് എത്താറായിട്ടോ. ഞാനും അമ്മയും കൂടി ഓരോന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു റെയിൽ കടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ റെയിൽ കിടക്കുന്നത് അത്യാവശ്യം കുറച്ച് റിസ്ക്കുള്ള പണിയായതുകൊണ്ട് അവിടെ ഓവുണ്ട്, അതായത് വണ്ടികളൊക്കെ പോകാൻ പറ്റുന്ന ഓവ്, 2 വീലറൊക്കെ പോകാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അത് കൂടെ ഞങ്ങൾ എന്താ ചെയ്തു, ഇത്രയും പേരല്ല, അപ്പോൾ ഇത്രയും പേര് കിടക്കേണ്ടത് വേണ്ടിയിട്ട് വണ്ടി പോകുന്ന കൂടെ ഞങ്ങൾ പോകാനായിട്ട് ചെയ്തത്. ഇത് കൂടെ പോകുമ്പോൾ ഞാൻ മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ചെറിയ കുട്ടിയായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ അച്ഛനും കൂടി മാത്രം വരുമ്പോൾ അച്ഛൻ ബൈക്കിൽ പോകുമ്പോൾ ഞാൻ ബാക്കിൽ ഇങ്ങനെ പോകാട്ടോ ചെയ്യുക. അത് പെട്ടെന്ന് ഓർമ്മ വന്നു. അച്ഛൻ ബൈക്കിൽ പോകുമ്പോൾ ഞാൻ ബാക്കിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവുക ചെയ്യുക. ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ കേട്ടോ. ഞാൻ അച്ഛൻ മാത്രമേ അച്ഛൻ പോവും, ഞാൻ ബാക്കിൽ പോവും, അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അത് പെട്ടെന്ന് ഓർമ്മ വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ റോട്ടിലേക്ക് എത്തിയിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. പിന്നെ തറവാടിൻ്റെ അടുത്ത് തന്നെയാണ് ഭാരതപ്പുഴയും പോണത്. പക്ഷേ ഞങ്ങൾ ഇപ്രാവശ്യം ഇടയ്ക്ക് പോയില്ല, അവിടെ വെള്ളമൊന്നും ഇല്ലാണ്ട് പോയില്ല. ഇനി മുമ്പ് കാണിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അമ്മായി അതൊക്കെ നോക്കണ്ടായിരുന്നു കേട്ടോ, കിച്ചണിലും ഹാളിലൊക്കെ. അപ്പോൾ അമ്മായി പറയുക അമ്മേനെ വീടെടുക്കുക പറയണം കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കൂട്ടമൊക്കെ കൂടിയിട്ട് ഞാനും അച്ഛനും അനിയത്തിയും കൂടിയിട്ട് കാറിൽ അവരെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ടോ. ചന്ദ്രമ്മേനെയും അമ്പിളിയമ്മേൻ്റെ വീട്ടിൽ തന്നെ ആക്കി. പിന്നെ അവിടെ നിന്ന് അമ്മായി സ്കൂട്ടി എടുത്തിട്ട് അമ്മേൻ്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവനെയും വീട്ടിലാക്കിയിട്ട് ഞാനും അച്ഛനും അനിയത്തിയും കൂടി തിരിച്ച് വരികയാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഒരു 7:30-ക്കാണ് പൂരത്തിന് പോയത്. പൂരത്തിന് നടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഈ ആനക്കുട്ടിനെ കണ്ടത്. ഞാൻ ഒരിക്കലും വിടില്ല, ഞാൻ വേഗം വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആനപ്പൂരത്തിൻ്റെ അവിടേക്കൊക്കെ വന്നിട്ട് കുറച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. കുറേ വണ്ടി വേഷങ്ങളും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടാലും കഴിയില്ല, അത്രയും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊരു 9:45 വന്നു കേട്ടോ. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.